പ്രതിപക്ഷ നേതാവേ, എന്തൊക്കെയായി കാട്ടിക്കൂട്ടണേ? സർക്കാരിന്റെ തോളത്ത് കയറുന്നു, മാധ്യമങ്ങളെ വിമർശിക്കുന്നു. ഇനി അതിനൊക്കെ ഒരല്പായ വരുത്താം. കാരണം സഭാ സമ്മേളനം തുടങ്ങി. രംഗം കൊഴിപ്പിക്കണം, നടുത്തളത്തിൽ പ്രതിഷേധിക്കണം, മുദ്രാവാക്യം, ബാനർ വേണം, പ്ലക്കാർഡ് വേണം. ഇത്തരം കലാപരിപാടികളെ സമ്പന്നമാക്കണം സഭാ സമ്മേളനം. നാടകം തുടങ്ങാം. ADGP അജിത് കുമാറിനെതിരായ നടപടിയിൽ നേതാവിന് എന്താണ് പറയാനുള്ളത്? നാളെ രാവിലെ 9 മണിക്ക് നിയമസഭാ സമ്മേളനം ചേരുകയാണ്. ഇന്ന് രാത്രി 9 മണിക്ക് ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കി. പ്രതിപക്ഷത്തെ ഭയന്നിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമാണ്. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം അറിയേണ്ടത്, ഞങ്ങൾ 2 ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഓ, അങ്ങനെ അമ്മയെ തല്ലിയാലും ഉണ്ടല്ലോ 2 പക്ഷം എന്ന പോലെ സർക്കാരിന് നടപടി എടുത്താലും കുറ്റം, എടുത്തില്ലേലും കുറ്റം. എന്തായാലും ഈ നടപടി പോരാ എന്നാണ് നേതാവ് പറയുന്നത്. ഈ 2 ഞങ്ങൾ ഉന്നയിച്ച, പ്രതിപക്ഷം ഉന്നയിച്ച ഈ 2 ഗുരുതരമായ ആരോപണങ്ങൾക്കും ഈ നടപടി പോരാ. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞണം കുത്താം എന്ന കൊഞ്ഞണം കുത്തുകയാണോ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം? പറഞ്ഞു വരുന്നത് നിയമസഭയിലെ ഇന്നത്തെ പ്രതിപക്ഷ പെരുമാറ്റത്തെ കുറിച്ചാണ്. ദുരന്തമായി മാറിയ ഒരു പ്രതിപക്ഷ നേതാവും അതിനെ അനുഗമിക്കുന്ന കുറെ പ്രതിപക്ഷവും. കഴിഞ്ഞ 32 ദിവസം അവിടെ തുടർന്നു. ഇനിയും വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുകയാണ്. ഈ ഉന്നയിക്കപ്പെട്ട ആരോപണത്തിൻ്റെ പുറത്താണ് മാറ്റിയതെങ്കിൽ അതിന് പ്രപ്പോഷണലായിട്ടുള്ള, ആനുപാതികമായിട്ടുള്ള ഒരു നടപടിയല്ല ഉണ്ടായിരിക്കുന്നത്. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷത്തെ നയിച്ചത് രമേശ് ചെന്നിത്തല. അത് ഒരു ദുരന്തം. അതിന് പിന്നാലെ എത്തിയ സതീശനോ യമാണ്ടം ദുരന്തം. പെട്ടെന്ന് കംപ്ലീറ്റ് അതെങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോ നിങ്ങൾക്ക് പറഞ്ഞല്ലോ? ആദ്യം നിങ്ങളാണ് സംസാരിച്ചത്. ആദ്യം ബഹുമാനപ്പെട്ട നിങ്ങളാണ് സംസാരിച്ചത്. പ്ലീസ് പ്ലീസ് അങ്ങ് പറ. അങ്ങ് ലോകം കാണുകയാണ്. ഞാൻ സംസാരിക്കുമ്പോ അങ്ങനെ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ സംസാരിക്കട്ടെ. അതെ, അങ്ങ് സംസാരിക്കണം, തീർച്ചയായും അത് ആവശ്യമാണ്. നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ എന്താണ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല. നേതാവേ, നിർത്താമോ? അങ്ങയെക്കുറിച്ച് എന്താണ് ഈ ജനങ്ങൾ പറയുന്നതെന്ന് അറിയാവോ? ഭൂലോക ദുരന്തം ഒന്ന. ഇതാണോ ഒരു പ്രതിപക്ഷം? ഇങ്ങനെയാണോ ഒരു പ്രതിപക്ഷം? അടിയന്തര പ്രമേയ ചർച്ചയെ ഭയന്ന് സഭയെ തടസ്സപ്പെടുത്തി ഓടി രക്ഷപ്പെട്ടു. അപ്പൊ സഭയിലെ ബാക്കി വിക്രിയകളുമായി നാളെ കാണാം. വീണ്ടും സന്ധിക്കും വരെ വണക്കം.